children. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പറാണ് ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ്. പേപ്പർ കോഡ് വരുന്നത് MSCZOO 005 എന്നാണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സിൽ എത്ര ബ്ലോക്സ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിന് മൊത്തത്തിൽ 4 ബ്ലോക്സ് ആണ് വരുന്നത്. ഓക്കെ, ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ്, ബ്ലോക്ക് 2 ടെക്നിക്സ് ഫോർ ജീനോം അനാലിസിസ്, ബ്ലോക്ക് 3 ടെക്നിക്സ് ഫോർ പ്രോട്ടിയോം അനാലിസിസ് ആൻഡ് ബ്ലോക്ക് 4 ആപ്ലിക്കേഷൻസ് ഓഫ് ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ്. ഇതിൽ 4 ബ്ലോക്കിലും ആയിട്ട് 17 യൂണിറ്റ് ആണ് ഈ ഒരു പേപ്പറിലുള്ളത്. ഓക്കെ, നമുക്ക് ഈച്ച് ബ്ലോക്കിൽ എത്ര യൂണിറ്റ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കാം. ഓക്കെ, അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ്. ഓക്കെ, അതിൽ 5 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ജീനോമിക്സ്. ഈ ഇൻട്രൊഡക്ഷൻ ടു ജീനോമിക്സ് എന്ന യൂണിറ്റിൽ വരുന്ന പോർഷൻസ് ആണ് ജീനോം എന്താണ്, ജീനോമിക്സ് എന്താണ്, അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നമുക്കറിയാം വൈറൽ ജീനോം, പ്രോകാരിയോട്ടിക് ജീനോം, യൂകാരിയോട്ടിക് ജീനോം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ ഒരു യൂണിറ്റിൽ ജീനോം സൈസ്, ജീനോമിന്റെ കോംപ്ലക്സിറ്റി, പിന്നീട് അതിന്റെ കോഡ് കർവ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്, പിന്നെ ഇൻട്രോൺസ് എന്താണ്, എക്സോൺസ് എന്താണ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ജീൻസിൽ തന്നെ ഓർത്തഡോക്സും പാരഡോക്സും ഉണ്ട്, അതിനെക്കുറിച്ചും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ വിശദീകരിക്കും. ദെൻ അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 2 ജീനോം ഡൈവേഴ്സിറ്റി ആൻഡ് മോളിക്കുലർ ഡൈനാമിക്സ് ഓഫ് DNA റിപ്പീറ്റ്സ് ഇൻ യൂകാരിയോട്സ്. അപ്പൊ യൂകാരിയോട്സിലുള്ള മോളിക്കുലർ ഡൈനാമിക്സും പിന്നെ DNA റിപ്പീറ്റ്സ്, റിപ്പീറ്റഡ് DNA സീക്വൻസസിനെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 2. ഇതിൽ DNA റിപ്പീറ്റ്സ് വരും, പിന്നെ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് വരും, ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് വരും, റിട്രോ ട്രാൻസ്പോസോൺസ് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മോഡൽ ന്യൂക്ലിയർ ജീനം, ഒരു ന്യൂക്ലിയർ ജീനോമിന്റെ മോഡൽ ഓർഗാനിസമായിട്ട് 2 ഓർഗാനിസത്തിനെയാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഡ്രോസോഫില ജീനോമിനെ കുറിച്ചാണ്, പിന്നെ രണ്ടാമത്തത് മെമേലിയൻ ജീനോമിനെ കുറിച്ചാണ്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ സൈൻ, ലൈൻ എന്ന് പറയുന്ന 2 ടോപ്പിക് കൂടി നമ്മൾ കവർ ചെയ്യും. സൈൻ എന്ന് പറയുന്നത് ഷോർട്ട് ഇന്റർസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെന്റും ലൈൻ ലോങ് ഇന്റർസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെന്റാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ ജീനോം ഡൈവേഴ്സിറ്റിനെ കുറിച്ചും സി വാല്യൂ പാരഡോക്സിനെ കുറിച്ചും ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലൈനും സൈനും അല്ലാതെയുള്ള അതർ റിപ്പീറ്റ് എലമെന്റ്സും ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജീൻസ് ആണ്. ജീൻസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നടക്കുന്നത്. അതിൽ ജീൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, ജീൻ എങ്ങനെ ഫങ്ഷണലായി, ഫങ്ഷണൽ ജീൻ എങ്ങനെയായി, പിന്നെ ചില ജീൻ എങ്ങനെ നോൺ ഫങ്ഷണലായി, പിന്നെ ഡ്യൂപ്ലിക്കേറ്റഡ് ജീനിന്റെ എവല്യൂഷൻ, അതൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യും. പിന്നെ ചില ബാക്ടീരിയാസിന് ചില ജീൻ അക്വയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആ രീതിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ. അതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ, 3rd യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്യൂഡോ ജീൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും നമ്മൾ ഈ 3rd യൂണിറ്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്യൂഡോ ജീൻ എന്ന് വെച്ചാൽ എന്താ, സ്യൂഡോ മീൻസ് ഫോൾസ് ആണ്. അപ്പൊ അതും ഇതിന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാതെ. ഓക്കെ, ദെൻ ജീൻ ഡ്യൂപ്ലിക്കേഷനിൽ തന്നെ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, ട്രാൻസ്പോസോൺ മീഡിയേറ്റഡ് ഡ്യൂപ്ലിക്കേഷൻ, സെഗ്മെന്റൽ ഡ്യൂപ്ലിക്കേഷൻ, റിട്രോ ട്രാൻസ്പോസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ എന്നീ ടോപ്പിക്സ് നമ്മൾ യൂണിറ്റ് 3 കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലോബിൻ ജീൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ എന്നൊക്കെ. ആ ഗ്ലോബിൻ ജീൻസിനെ കുറിച്ചും പിന്നെ ജീൻ ഫാമിലീസിന്റെ എവല്യൂഷനും അതിന്റെ ഓർഗനൈസേഷനും അതിനെക്കുറിച്ചും നമ്മൾ ഈ ഒരു യൂണിറ്റ് 3 ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇനി അടുത്താണ് യൂണിറ്റ് 4. യൂണിറ്റ് 4 എന്താ, ഫങ്ഷണൽ ജീനോമിക്സ്. യൂണിറ്റ് 4 എന്താ പറയുന്നത്, ഫങ്ഷണൽ ജീനോമിക്സ്. അതില് കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ക്രിപ്റ്റോം എന്ന കൺസെപ്റ്റ്, പിന്നെ പ്രോട്ടിയോം എന്ന കൺസെപ്റ്റ്, അതിനെ രണ്ടിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കും. പിന്നെ പ്രോട്ടിയോം എന്ന കൺസെപ്റ്റ് വരുമ്പോൾ എന്താ അതിനകത്ത് വരിക, പ്രോട്ടീൻ. ആ പ്രോട്ടീന്റെ സ്ട്രക്ചർ നമുക്കറിയാം, പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അതിന്റെ കെമിക്കൽ നേച്ചർ, പ്രോട്ടീന്റെ കെമിക്കൽ നേച്ചർ, പിന്നെ അതിന്റെ ഫങ്ഷൻ, അതൊക്കെയാണ് ഈ ഒരു 4th യൂണിറ്റിൽ വരുന്നത്. പിന്നെ ചില ട്രാൻസ്ക്രിപ്റ്റോ അനാലിസിസിലേക്കുള്ള അപ്രോച്ചും ഇതിൽ വരുന്നുണ്ട്. ദെൻ ഹൈബ്രിഡൈസേഷൻ ബേസ്ഡ് അപ്രോച്ചും കൂടി വരുന്നുണ്ട്. പിന്നെ സീക്വൻസിങ് ബേസ്ഡ് അപ്രോച്ചും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ആൻഡ് ഔട്ട്കംസ് ഓഫ് ട്രാൻസ്ക്രിപ്റ്റോമിക് സ്റ്റഡീസ്, അതും ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യും.
ദെൻ ഹ്യൂമൻ ഡിസീസിനെ കുറിച്ചിട്ടുള്ള ഒമിക്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഒമിക്സിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ 5ാമത്തെ യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോട്ടിയോമിക്സ്. ഓക്കെ, അതില് എന്താണ് പ്രോട്ടിയോം, മൈനിങ് ഓഫ് പ്രോട്ടിയോം എന്താണ്, പിന്നെ ചില ടെക്നിക്സ് ഓഫ് പ്രോട്ടിയോമിക്സ്. അതിൽ ഇതൊക്കെ ടെക്നിക്ക് വരും: എഡ്മാൻ സീക്വൻസിങ്, ക്രൊമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോമീറ്റർ, പിന്നെ എലൈസ, പിന്നെ പ്രോട്ടീൻ മൈക്രോ അറേ, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. ഈ ടെക്നിക്സ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത്. ഇതല്ലാതെ ഐസോടോപ്പ് കോഡഡ് അഫിനിറ്റി ടാഗ് ലേബലിംഗ് എന്ന ടെക്നിക്കും, പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചും നമ്മൾ പഠിക്കും. പിന്നെ ബയോ ഇൻഫോർമാറ്റിക് അനാലിസിസിനെ കുറിച്ചും ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 5 യൂണിറ്റ് കൂടി ചേർന്നതാണ് ഈ ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 2 എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ ബ്ലോക്ക് 2 എന്താ, ടെക്നിക്സ് ഫോർ ജീനോം അനാലിസിസ്. എന്തൊക്കെ ടെക്നിക്സ് ആണ് ജീനോം അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിൽ 4 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് 6, ടെക്നിക്സ് ഫോർ ജീൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ടെക്നിക്സ് ഫോർ ജീൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫംഗ്ഷനിൽ ആദ്യം വരുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യം വരുന്നത് ജീൻ ഐഡന്റിഫിക്കേഷൻ ടെക്നിക്സ് ആണ്. പിന്നെ ജീൻ സീക്വൻസിങ് ടെക്നിക്സും വരും. ഓക്കെ, അതില് സാങ്കർ സീക്വൻസിങ് മെത്തേഡ്, പിന്നെ കെമിക്കൽ സീക്വൻസിങ് മെത്തേഡ്, ദെൻ ക്ലോൺ ബൈ ക്ലോൺ മെത്തേഡ്, പിന്നെ ഷോർട്ട് ഗൺ സീക്വൻസിങ്, സൊളക്സ് ടെക്നോളജി, ഇതൊക്കെയാണ് ആ സീക്വൻസിങ് ടെക്നിക്സിൽ വരുന്നത്. ഓക്കെ, ദെൻ ഫ്ലൂറസൻസ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ, ഫിഷ് എന്ന് പറയില്ലേ, അതിന്റെ ആപ്ലിക്കേഷൻ. പിന്നെ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ജീനോമിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുക, അതിനെ കുറിച്ചിട്ടും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഏതാ, യൂണിറ്റ് 6 വരുന്നുണ്ട്. പിന്നെ സപ്പോർട്ടഡ് ഒളിഗോ ലൈഗേഷൻ ഡിറ്റക്ഷൻ, സോളിഡ് എന്ന് പറയും, SOLID, അതിനെ കുറിച്ചിട്ടും, പിന്നെ ജീനോം സീക്വൻസിങ് അസംബ്ലിനെ കുറിച്ചിട്ടും, പിന്നെ ചില ജീനോം അനോട്ടേഷൻസിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യും. ദെൻ യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 എന്താ, ജീൻ ഫംഗ്ഷൻ. എന്താണ് ജീന്റെ ഫംഗ്ഷൻ? അതിന്റെ അലൈൻമെന്റ് ഓഫ് ജീനോം സീക്വൻസ്, ജീനോം സീക്വൻസിന്റെ ഒരു അലൈൻമെന്റ് അതെന്താണെന്നും എങ്ങനെയാണെന്നും നമ്മൾ പഠിക്കും. പിന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എങ്ങനെ വന്നു, ജീൻ എങ്ങനെ ഉണ്ടായി, അങ്ങനത്തെ എവല്യൂഷണറി റിലേഷൻ പല ഓർഗാനിസത്തിനും നമ്മൾ താരതമ്യം ചെയ്യും ജീനിനെ പറ്റി. ദെൻ ചില ടൂൾസ്, ഈ പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചർ കണ്ടുപിടിക്കാനുള്ള ചില ടൂൾസ്. ദെൻ പ്രോട്ടീൻ ഇന്ററാക്ഷൻസ്, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ഡാറ്റാബേസസ് ഇൻ പ്രോട്ടീൻ സീക്വൻസസ്, അതിന് ബ്ലാസ്റ്റ്, മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ്, SNAP, ദെൻ പ്രോട്ടീൻ ഇന്ററാക്ഷൻ പ്രിഡിക്ഷൻ. ഇതൊക്കെയാണ് ഈ ഒരു 7th യൂണിറ്റിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 8 കടക്കുമ്പോൾ ജീൻ എക്സ്പ്രഷൻ ആൻഡ് പ്രൊഫൈലിംഗ് എന്ന് പറയുന്നതാണ് ആ യൂണിറ്റിന്റെ പേര്. അതിനെന്താ, ട്രാൻസ്ക്രിപ്റ്റോം അനാലിസിസ് ആണ് ആദ്യം വരുന്നത്. പിന്നെ ഡിഫറൻഷ്യൽ ജീൻ എക്സ്പ്രഷനും വരുന്നുണ്ട്. പിന്നെ RNA സീക്വൻസിങ് വരുന്നുണ്ട്. പിന്നെ PCR, മൈക്രോ അറേ, നോർത്തേൺ ബ്ലോട്ടിംഗ്, ജീൻ ക്ലോണിംഗ്, ജീൻ കോളിംഗ് ആണ്, CLALLING, ജീൻ കോളിംഗ് അത്. പിന്നെ ന്യൂക്ലിയർ റൺ ഓൺ അസേ, ദെൻ സപ്രഷൻ സപ്രാക്റ്റീവ് ഹൈബ്രിഡൈസേഷൻ. ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 9 എടുത്താല് അനാലിസിസ് ഓഫ് RNA എക്സ്പ്രഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ജീനോം അനാലിസിസ്. ഓക്കെ, അതില് അനാലിസിസ് ഓഫ് RNA എക്സ്പ്രഷൻ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ RNA എക്സ്പ്രഷന്റെ അനാലിസിസ്. ദെൻ cDNA AFLP കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ദെൻ മാസീവ്ലി പാരലൽ സിഗ്നേച്ചർ സീക്വൻസിങ്, MPSS, അതിനെ കുറിച്ചിട്ടും ചെറിയ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ RNA സീക്വൻസിങ് അനാലിസിസിൽ തന്നെ മൈക്രോ അറേ ബേസ്ഡ് ടെക്നോളജീസ്, പ്രോട്ടീൻ ചിപ്പ് അപ്രോച്ച്, പിന്നെ ഈസ്റ്റ് ടു ഹൈബ്രിഡ് സിസ്റ്റം, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ജീനോം അനാലിസിസ് ആൻഡ് ജീനോമിക്സും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഇത് ഇപ്പൊ ബ്ലോക്ക് 2 ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. യൂണിറ്റ് 6, 7, 8, 9 വരെ ബ്ലോക്ക് 2 വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 എടുക്കാം. ബ്ലോക്ക് 3 എന്താണ്, ടെക്നിക്സ് ഫോർ പ്രോട്ടിയോം അനാലിസിസ് ആണ്. അതിൽ തന്നെ 4 യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് 4 യൂണിറ്റ് ആയിട്ട് തന്നെ ടെക്നിക്സ് ഫോർ പ്രോട്ടിയോം അനാലിസിസിനെ 4 യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ യൂണിറ്റ് ടെക്നിക്സ് ഫോർ പ്രോട്ടിയോം അനാലിസിസ് 1, പാർട്ട് 1, അതിന് വരുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? SDS പേജ് വരും, പിന്നെ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് വരും, പിന്നെ DNA പ്രോട്ടീൻ ഇന്ററാക്ഷൻ വരും, പിന്നെ എഡ്മാൻ ഡിഗ്രഡേഷൻ, ദെൻ മാസ് സ്പെക്ട്രോമെട്രി,
പിന്നെ പോളി അക്രൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ ടേംസ് ഒക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ വരും? DNA പ്രോട്ടീൻ ഇന്ററാക്ഷൻ, ദെൻ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റിക് ഷിഫ്റ്റ് എസ്എ, EMSA എന്ന് പറയും. ഓക്കെ, ദെൻ സദേൺ ബ്ലോട്ടിംഗ് വരുന്നുണ്ട്. ദെൻ ഈസ്റ്റ് 1 ഹൈബ്രിഡ് Y1H അസേ വരുന്നുണ്ട്. പിന്നെ ഫേജ് ഡിസ്പ്ലേ ഫോർ DNA ബൈൻഡിങ് പ്രോട്ടീൻസ്, അതും ഈ ഒരു 10th യൂണിറ്റിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. ദെൻ അതിന്റെ പാർട്ട് 2 ടെക്നിക്സ് ഫോർ പ്രോട്ടിയോം അനാലിസിസ് സെക്കൻഡ് 2. അപ്പോൾ അതിൽ മാസ് സ്പെക്ട്രോമെട്രി ആൻഡ് അയോണൈസേഷൻ മെത്തേഡ്സ് ആണ് വരുന്നത്. മാസ് സ്പെക്ട്രോമെട്രിയിൽ തന്നെയുള്ള ഡിഫറെന്റ് അപ്രോച്ചസും പിന്നെ അയണൈസേഷൻ മെത്തേഡിലുള്ള ഡിഫറെന്റ് അപ്രോച്ചസും ഈ ഒരു സെക്ഷനിൽ വരും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനലൈസേഴ്സ് യൂസ്ഡ് ഇൻ MS മാസ് സ്പെക്ട്രോമെട്രി അത് വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ അനലൈസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അയേൺ ഡിറ്റക്ടേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് അയേൺ ഡിറ്റക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് മാസ് സ്പെക്ട്രോമെട്രിയും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ യൂണിറ്റ് 12th യൂണിറ്റ് എന്താ? ടെക്നിക്സ് ഫോർ പ്രോട്ടിയോം അനാലിസിസ് 3. ഓക്കെ, അതില് ജെൽ ഇലക്ട്രോഫോറസിസ്, ഐസോ ഇലക്ട്രിക് ഫോക്കസിംഗ്, മാസ് സ്പെക്ട്രോമെട്രി, ഡാറ്റ യൂസ് ഫോർ സീക്വൻസിങ്, അങ്ങനെ സെക്കൻഡ് ഡയമെൻഷൻ STS പേജ് വരുന്നുണ്ട്. ദെൻ ഡാറ്റാബേസ് ഡിപ്പെൻഡന്റ് മെത്തേഡ്സും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ദെൻ വരുന്നതാണ് 13th യൂണിറ്റ്. അതും ടെക്നിക്സ് ഫോർ പ്രോട്ടിയോം അനാലിസിസിന്റെ 4th പാർട്ട്. മൈക്രോ അറേ അനാലിസിസ് ആണ് അതിന് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പ്രോട്ടീൻ ചിപ്പ്, നമ്മൾ നേരത്തെ തന്നെ പ്രോട്ടീൻ ചിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അതിന്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും, പിന്നെ ഡൈവേഴ്സിറ്റി ആൻഡ് മൾട്ടിപ്ലിസിറ്റി ഓഫ് പ്രോട്ടീൻ ഫംഗ്ഷനിങ്, ദെൻ ഇന്റർനാഷണൽ ഹാപ്മാപ്പ് കൺസോർട്ടിയം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അടുത്ത ബ്ലോക്കാണ് ബ്ലോക്ക് 4. ബ്ലോക്ക് 4 എന്താ? ആപ്ലിക്കേഷൻ ഓഫ് ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ്. പ്രോട്ടിയോമിക്സിനും ജീനോമിക്സിനും വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് തന്നെ 4 യൂണിറ്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അനാലിസിസ് ഓഫ് ജീനോം, ദെൻ മാനിപ്പുലേഷൻ ഓഫ് ജീനോം, എക്സ്പ്രഷൻ അനാലിസിസ് ഓഫ് ജീനോം ആൻഡ് പ്രോട്ടിയോം അനാലിസിസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രോട്ടിയോമിക്സ്. ഓക്കെ, അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്താ? യൂണിറ്റ് 14 അനാലിസിസ് ഓഫ് ജീനോം, ജീനോമിന്റെ അനാലിസിസ്. അതെന്തൊക്കെയാ? ജീനോം ഓഫ് ഫ്യൂ ഓർഗാനിസം ആൻഡ് ദ ഇന്ററാക്ഷൻ വിത്ത് ഹ്യൂമൻ. ഓക്കെ, അപ്പൊ ചില രോഗാണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ബാക്ടീരിയാസ്, ചില ബാക്ടീരിയാസോ അല്ലെങ്കിൽ വൈറസോ കാര്യങ്ങളോ. അപ്പൊ ഇതും ഈ ഓർഗാനിസം നമ്മുടെ ഹ്യൂമനുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഇതിൽ പറയാം. അതിന് 2 മോഡൽ ഓർഗാനിസംസ് ആണുള്ളത്. ഒന്ന് പ്ലാസ്മോഡിയം ഫാൽസിപാരവും മറ്റേത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസും ആണ്. ഓക്കെ, ദെൻ PCR ബേസ്ഡ് സൈഡ് ഡയറക്ഷൻ മ്യൂട്ടാജനസിസ് വിത്ത് പ്രോട്ടോകോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ സ്റ്റെപ്സ് ഓഫ് ജീനോം അനാലിസിസിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു അനാലിസിസ് ഓഫ് ജീനോമും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ ജീനോംസും DNA സീക്വൻസിങ്ങും ജീനോം അനാലിസിസും പിന്നെ ബൾക്കി ജീനോം ഇൻ പ്ലാന്റ്സിലൊക്കെ ബൾക്ക് ജീനോമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു ക്ലാസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ദെൻ 15th യൂണിറ്റിൽ പറയുന്നത് എന്താണ്? മാനിപ്പുലേഷൻ ഓഫ് ജീനോം. അതില് ക്ലോണിംഗ്, റിപ്പോർട്ടർ ജീൻ നോക്കൌട്ട് ആൻഡ് ജീൻ നോക്കിൻ, ദെൻ റെസ്ട്രിക്ഷൻ എൻസൈം, ക്ലോണിംഗ് വെക്ടർ, DNA ക്ലോണിങ്, ആർട്ടിഫിഷ്യൽ ക്രോമസോം, പിന്നെ പൈറോ സീക്വൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇനി 16th യൂണിറ്റ് ആണ്. അതെന്താ? എക്സ്പ്രഷൻ അനാലിസിസ് ഓഫ് ജീനോം ആണ്. ഇതിൽ റിപ്പോർട്ടർ ജീനോമിന്റെ ഫംഗ്ഷൻ, അതും പിന്നെ ജീൻ സൈലൻസിങ്ങിനെ കുറിച്ചും പിന്നെ ഫംഗ്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് RNA ഇന്റർഫറൻസ് അതിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ടെമ്പറൽ ആൻഡ് സൈറ്റ് സ്പെസിഫിക് ജീൻ എക്സ്പ്രഷനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ടാവും. പിന്നെ യൂണിറ്റ് 17 ആണ്. അതെന്താ? പ്രോട്ടിയോം അനാലിസിസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രോട്ടിയോമിക്സ്. അതിൽ ആദ്യം നമ്മൾ കവർ ചെയ്യുന്നത് ഒറിജിൻ ഓഫ് പ്രോട്ടിയോമിക്സ് ആണ്. പിന്നീട് ക്ലാസസ് ഓഫ് പ്രോട്ടിയോമിക്സിന് എന്തൊക്കെ ക്ലാസസ് ഉണ്ടെന്ന് നമ്മൾ കവർ ചെയ്യും. പിന്നെ ടെക്നിക്സ് ഫോർ പ്രോട്ടിയോമിക്സ് ആണ്. ഈ ടെക്നിക്സ് ഫോർ പ്രോട്ടിയോമിക്സിൽ വരുന്നതാണ് 2D ജെൽ ഇലക്ട്രോഫോറസിസ്, ഐസോടോപ്പ് കോഡഡ് അഫിനിറ്റി ടാഗ്, സ്റ്റേബിൾ ഐസോടോപ്പ് ലേബലിംഗ് ബൈ അമിനോ ആസിഡ്സ്, ദെൻ ആപ്ലിക്കേഷൻ സച്ച് ആസ് പിന്നെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ആപ്ലിക്കേഷൻ സച്ച് ആസ് ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ് ഇൻഡസ്ട്രി, പേജ് ആന്റിബോഡി ആസ് എ ടൂൾ, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് യൂണിറ്റ് 17ലേക്ക് വരുന്നത്. ഓക്കെ,
അപ്പോ ഈ ഒരു പേപ്പറിൽ ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ മൊത്തം 4 ബ്ലോക്സും അതിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം അല്ല കറക്റ്റ് 17 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എന്താണ് ജീനോമിക്സും എന്താണ് പ്രോട്ടിയോമിക്സ് എന്നാണ്. രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടെക്നിക്സ് യൂസ്ഡ് ഫോർ ജീനോം അനാലിസിസ് അല്ലെങ്കിൽ പ്രോട്ടിയോം അനാലിസിസ്. പിന്നെ അവസാനം ആപ്ലിക്കേഷൻസ് ആണ്, ജീനോമിക്സിന്റെ പ്രോട്ടിയോമിക്സിന്റെ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ജീനോമിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ. താങ്ക് യു കേട്ടോ.